മജ്ജ്ഹിമ നികായ 1 മൂലപര്യായ സൂക്തം. എല്ലാ കാര്യങ്ങളുടെയും മൂലം അല്ലെങ്കിൽ വേര്, അതാണ് ഈ സൂക്തത്തിൻ്റെ പേര്. ഈ സൂക്തത്തിൽ ഒരു സാധാരണ മനുഷ്യൻ, അതേപോലെ തന്നെ മുക്തി നേടിയ ഒരു വ്യക്തി, ഇവർ തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നതിനെ പറ്റിയിട്ടാണ് ഈ സൂക്തത്തിലുള്ളത്. സാധാരണ ഒരു വ്യക്തി ഈ പഞ്ചഭൗതികമായിട്ടുള്ള ശരീരത്തെ, ഉള്ളിലുള്ളതും അതേപോലെ തന്നെ പുറത്തുള്ളതും അത് തൻ്റെയാണ്, അത് എന്നിലാണ് എന്ന് പറഞ്ഞ് അതിൽ ആനന്ദം കൊള്ളുന്നു. അത് എൻ്റെയാണെന്ന് വിചാരിക്കുന്നു. കാരണം ഈ വ്യക്തി ആ പഞ്ചഭൂതങ്ങളുടെ കാര്യത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ സദ്ധർമ്മത്തിൽ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ധർമ്മത്തിൽ നടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഈ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ കാരണം ഒരിക്കലും അത് തൻ്റേത് എന്ന് ആ വ്യക്തി കരുതുന്നില്ല. അതിനെപ്പറ്റിയുള്ള വിസ്തൃതമായിട്ടുള്ള ഒരു വിവരണമാണ് ഈ സൂക്തത്തിൽ ഉള്ളത്. ഒരു മുക്തനായിട്ടുള്ള വ്യക്തി നിർവ്വാണം പോലും തൻ്റെയല്ല എന്ന് കരുതുന്നു. നിർവ്വാണത്തിൽ പോലും ഒരു വ്യക്തി ആനന്ദം കാണുന്നില്ല. എന്നാൽ സാധാരണ വ്യക്തി എല്ലാറ്റിലും അത് തൻ്റെയാണ് എന്ന് കരുതി ആനന്ദിക്കുന്നു, അതേപോലെ തന്നെ ദുഃഖിക്കുന്നു. ഏവം മേ സുതം, ഞാൻ ഇങ്ങനെ കേട്ടു. എല്ലാ സൂക്തവും ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. അതായത് ബുദ്ധൻ്റെ ഉപദേശങ്ങളെ ഭിക്ഷുക്കൾ കേട്ടു. കേട്ടതിന് ശേഷം പിന്നീട് ബുദ്ധൻ്റെ പരിനിർവാണത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടി ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവർ അനുസ്മരിക്കുന്നു. അപ്പോൾ അവർ ഇങ്ങനെയാണ് പറയുന്നത് എപ്പോഴും, ഏവം മേ സുതം, ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ഉക്കട്ട എന്ന സ്ഥലത്ത് സുഭഗവനത്തിൽ ഒരു വലിയ സാലമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ബുദ്ധൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ എന്ന് വിളിച്ചു. അഭിവന്ദ്യ ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, എല്ലാ ധർമ്മത്തിൻ്റെയും മൂലം അല്ലെങ്കിൽ അതിൻ്റെ വേര് എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനാൽ ശ്രദ്ധയുറപ്പിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുക. ഞാൻ പറയാം. ബുദ്ധൻ പറയുന്ന ഓരോ വാക്കുകളും ഭിക്ഷുക്കൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് ഈ സൂക്തം അവസാനിക്കുന്നതോടു കൂടിയിട്ട് മിക്ക ഭിക്ഷുക്കൾക്കും മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുമായിരുന്നു. കാരണം അവർ പുണ്യപാർമിത ഒരുപാട് നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു സൂക്തത്തിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ധർമ്മം പ്രവർത്തിക്കുകയും അവർക്ക് മുക്തി ലഭിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ശ്രദ്ധാപൂർവം അതിനെ കേൾക്കാൻ പറയുന്നത്. തീർച്ചയായും ഗുരുവേ എന്ന് അവർ പ്രത്യുത്തരം കൊടുത്തു. ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, ഒരു സാധാരണ വ്യക്തിയെ കുറിച്ച് ആലോചിക്കുക. സാധാരണ വ്യക്തിയെ ബുദ്ധൻ പറയുന്നത് പുതുജനം എന്നാണ്. ആ വ്യക്തി ആര്യന്മാരെ, അതായത് മുക്തി നേടിയവരെ ഒരിക്കലും കണ്ടിട്ടില്ല, അവരുടെ ധർമ്മം കേട്ടിട്ടില്ല, അവരുടെ ധർമ്മത്തിൽ ആ വ്യക്തി സഞ്ചരിച്ചിട്ടില്ല, ആ ധർമ്മത്തിൽ അവർ പ്രാവീണ്യം നേടിയിട്ടില്ല. സത്പുരുഷന്മാരെ അല്ലെങ്കിൽ മുക്തി നേടിയ വ്യക്തികളെ ആ വ്യക്തി കണ്ടിട്ടേയില്ല. അതിനാൽ ശരിയായിട്ടുള്ള വഴി എന്താണെന്ന് അവർക്ക് അറിയുകയുമില്ല. അവർ ഭൂമിയെ ഭൂമി ആയി കരുതുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സഞ്ജാനാദി, അതായത് അതിനെ ആ രീതിയിൽ തന്നെയാണ് അവർ എടുക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഭൂമി എന്ന് പറയുന്ന സമയത്ത് ഈ സാധാരണ കാണുന്ന ഭൂമിയല്ല, പഞ്ചഭൂതങ്ങളിലെ പൃഥ്വി, അതായത് നമ്മുടെ ശരീരത്തിലെ 4 ധാതുക്കളുണ്ട്: പൃഥ്വി, അഗ്നി, ജലം, വായു, ആകാശം. അതേപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങളും പഞ്ചഭൂതത്താൽ നിർമ്മിതമാണ്. അതിലെ ഒരു കാര്യമായിട്ടുള്ള ഭൂമിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഭൂമിയെ ഭൂമിയായി കരുതിക്കൊണ്ട് ഭൂമിയെ ഭൂമിയായി അവർ കാണുന്നു. അത് ഭൂമി എന്ന് അവർ കരുതുന്നു. അത് ഭൂമിയിലാണ് എന്ന് അവർ കരുതുന്നു. ആ ഭൂമി തൻ്റേതാണ് എന്ന് അവർ കരുതുന്നു. അതിൽ അവർ ആഹ്ലാദിക്കുന്നു, അതായത് ഭൂമിയിൽ അവർ സന്തോഷിക്കുന്നു. അതായത് നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഈ ശരീരത്തിൽ നമ്മൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പം ആ ശരീരത്തിൽ അനുഭവിക്കുന്നതിനെ അവർ അവരുടേത് എന്ന് കരുതുന്നു. അതെന്തുകൊണ്ടാണ്?
എന്തെന്നാൽ അവർ അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അപരിജ്ഞാതം, അതായത് അതിനെ പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ അതിൽ ആഹ്ലാദിക്കുന്നത്. അതേപോലെ തന്നെ അവർ വെള്ളത്തെ വെള്ളം എന്ന് കരുതുന്നു. വെള്ളത്തെ വെള്ളമായിട്ട് കരുതിക്കൊണ്ട് അത് വെള്ളമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു, വെള്ളത്തിലാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ആ ജലം തൻ്റേത് എന്ന് കരുതുന്നു, എന്നിട്ട് ആ ജലത്തിൽ അവർ ആനന്ദിക്കുന്നു. നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും ഈ പഞ്ചഭൗതികമായിട്ടുള്ള ശരീരത്തിലാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഭൂമി അത് തൻ്റേതാണെന്ന് കരുതി, ഇപ്പോൾ ജലം തൻ്റേതാണെന്ന് കരുതുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ ജലത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല, അപരിജ്ഞാതം. അതുകൂടാതെ അവർ സഞ്ചാനാദി, അതായത് അതിനെ അങ്ങനെ തന്നെ കരുതുകയാണ്, അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെ അവർ അഗ്നിയെ അഗ്നിയായിട്ട് കരുതുന്നു, എന്നിട്ട് അഗ്നി എന്ന് കരുതുന്നു, അഗ്നി തൻ്റേതാണ് എന്ന് കരുതുന്നു, എന്നിട്ട് അഗ്നിയിൽ അവർ ആനന്ദിക്കുന്നു. എന്തുകൊണ്ടാണ്? അഗ്നി അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ തന്നെ വായുവിനെ, അതിനെയും പൂർണ്ണമായി മനസ്സിലാക്കാത്ത കാരണം തൻ്റെയാണെന്ന് കരുതുന്നു, ആ വായുവിൽ അവർ ആനന്ദിക്കുന്നു. എന്തെന്നാൽ വായുവിനെ അവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ തന്നെ വെളിയിലുള്ള പ്രാണികൾ എന്ന് അവർ കരുതുന്നു, അത് പ്രാണികൾ തന്നെയാണ് എന്ന് കരുതുന്നു, ആ പ്രാണികൾ തൻ്റേതാണ് എന്ന് കരുതുന്നു, എന്നിട്ട് അതിൽ ആനന്ദം കൊള്ളുന്നു. അതെന്തുകൊണ്ടാണ്? അവർ പ്രാണികളെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതായത് സത്യം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രകടസത്യം. പ്രകടസത്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രാണികളും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കാണുന്ന സമയത്ത് അത് അതേപോലെ തന്നെ നമ്മൾ കരുതുന്നു. കാരണം അതിൻ്റെ ആത്യന്തിക സത്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. ആത്യന്തിക സത്യത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ നമ്മൾ കാണും, അതുകൂടാതെ അതിൻ്റെ വരവും പോക്കും നമ്മൾ കാണും, അനിത്യമാണ് എന്ന് നമ്മൾ കാണും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഒരു വ്യക്തി ഒരു നദിയെ നദി എന്ന രീതിയിലാണ് കാണുന്നത്. രാവിലെ നമ്മൾ ഭാരതപ്പുഴ കടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നു, ഈ ഭാരതപ്പുഴ ഞാൻ രാവിലെ കടന്നു. വൈകിട്ടും അതേ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് ആ വ്യക്തി ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്, ഇതേ ഭാരതപ്പുഴയിലൂടെ ഞാൻ വീണ്ടും കടക്കാൻ പോകുന്നത്. പക്ഷേ ഇത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്? ആ വ്യക്തി അതിനെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ല. സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാവും. നമ്മൾ ഒരു പ്രാവശ്യം നദി കടക്കുന്ന സമയത്ത് ആ കടന്ന വെള്ളം എന്നേ പോയി, വീണ്ടും പുതിയ വെള്ളമാണ് വരുന്നത്, പുതിയ ജലമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് പഴയ ഭാരതപ്പുഴയല്ല, പുതിയ ഭാരതപ്പുഴയാണ്. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളും ഒരു ഫ്രീക്വൻസിയിലാണ്, അതായത് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു സാധാരണ വ്യക്തിക്ക് അത് കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരു വ്യക്തി ധ്യാനം ചെയ്യുന്ന സമയത്ത്, ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അനിത്യ സ്വഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊരു സംഗതി അനിത്യമാണോ അത് തൻ്റേത് എന്ന് ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൂടാതെ അതിൽ ആനന്ദം കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക് ഇത് മനസ്സിലാകില്ല. കാരണം ധ്യാനം ചെയ്യാത്ത എല്ലാ വ്യക്തികളും സാധാരണക്കാരാണ്. അവർക്ക് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സത്യം മനസ്സിലാകില്ല. അതുകൊണ്ടാണ് അവർ അതിൽ ആനന്ദം കൊള്ളുന്നത്. അതേപോലെ തന്നെ അവർ ദേവതകളെ ദേവതകളായിട്ട് കരുതുന്നു. ആ ദേവതകൾ തൻ്റേത് എന്ന് കരുതുന്നു. എന്നിട്ട് ആ ദേവതകളിൽ ആ വ്യക്തി ആനന്ദം കൊള്ളുന്നു. എന്തെന്നാൽ ആ വ്യക്തി പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ആ വ്യക്തി പ്രജാപതിയെ പ്രജാപതിയായിട്ട് കാണുന്നു. ആ പ്രജാപതി തൻ്റേത് എന്ന് കരുതുന്നു. എന്നിട്ട് അതിൽ ആനന്ദം കൊള്ളുന്നു. എന്തെന്നാൽ ആ വ്യക്തിക്ക് അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും. ബ്രഹ്മാവിനെ ബ്രഹ്മാവ് എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഇനി പറയുന്നത് പലതരത്തിലുള്ള ബ്രഹ്മാക്കളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ്. അബ്ബാസര ലോകത്തുള്ള ബ്രഹ്മാക്കൾ, അതേപോലെ തന്നെ ശുഭക്കിന, വേഹഫല, അബിബും, ആകാശഞ്ചായതനം, വിജ്ഞാനഞ്ചായതനം, അഖിഞ്ചനായതനം. ഈ ബ്രഹ്മാക്കളെയെല്ലാം ബ്രഹ്മാക്കൾ എന്ന് കരുതുന്നു. ആ ബ്രഹ്മാക്കൾ തൻ്റേതാണ് എന്ന് കരുതുന്നു. എന്നിട്ട് അതിൽ ആനന്ദം കൊള്ളുന്നു. എന്തെന്നാൽ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. കണ്ടതിനെ കണ്ടത് എന്ന് അവർ വിശ്വസിക്കുന്നു. കണ്ടത് കണ്ടതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കണ്ടത് തൻ്റെയാണ് എന്നവർ വിശ്വസിക്കുന്നു. എന്നിട്ട് അതിൽ അവർ ആനന്ദം കൊള്ളുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ പൂർണ്ണമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല.
കേട്ടത് കേട്ടതാണ് എന്ന് ആ വ്യക്തി കരുതുന്നു. എന്നാൽ കേട്ടതാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ കേട്ടതാണ് എന്ന് കരുതുന്നു. കേട്ടത് എൻ്റെയാണ് എന്ന് കരുതുന്നു. എന്നിട്ട് കേട്ടതിൽ ആ വ്യക്തി ആനന്ദിക്കുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അതിനെപ്പറ്റി ആ വ്യക്തി പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. ചിന്ത ചിന്തയെന്ന് അവർ കരുതുന്നു. ചിന്തയെന്ന് കരുതി ആ ചിന്ത തൻ്റേതാണ് എന്ന് കരുതുന്നു. എന്നിട്ട് ആ ചിന്തയിൽ അവർ ആനന്ദം കൊള്ളുന്നു. ഞാനാണ് ചിന്തിക്കുന്നത് എന്ന് അവർ വിചാരിക്കുന്നു. എന്നിലാണ് ആ ചിന്ത എന്ന് അവർ കരുതുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർക്ക് കാര്യങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലായിട്ടില്ല. അറിഞ്ഞതിനെ അറിഞ്ഞത് എന്ന് അവർ വിശ്വസിക്കുന്നു. അറിഞ്ഞതിനെ അറിഞ്ഞത് എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നിലാണ് അറിഞ്ഞത് എന്നവർ വിശ്വസിക്കുന്നു. ഞാനാണ് അറിഞ്ഞത് എന്നവർ വിശ്വസിക്കുന്നു. അറിഞ്ഞത് ഞാനാണ് എന്നവർ വിശ്വസിച്ചിട്ട് അതിൽ അവർ ആനന്ദം കൊള്ളുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ പറയുന്നത് അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് നോക്കാനാണ്. അതായത് അറിഞ്ഞത് ഞാൻ തന്നെയാണോ? ഈ അറിഞ്ഞ വസ്തു എന്താണ്? അതിൻ്റെ സ്വഭാവം എന്താണ്? ഈ കേട്ട വസ്തുവിൻ്റെ സ്വഭാവം എന്താണ്? പുറമേയുള്ളതിൻ്റെ സ്വഭാവം എന്താണ്? അകമേയുള്ളതിൻ്റെ സ്വഭാവം എന്താണ്? ഇതിനെപ്പറ്റി പരിപൂർണമായിട്ടും സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യാനാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏകത്രിതമായിട്ടുള്ള സംഗതിയെ ഏകത്രിതമായിട്ട് ആ വ്യക്തി കരുതുന്നു. എന്നിട്ട് അത് തൻ്റെയാണ് എന്ന് കരുതുന്നു. എന്നിട്ട് അതിൽ ആനന്ദം കൊള്ളുന്നു. അതിൻ്റെ കാരണം എന്താണ്? അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ തന്നെ നാനാത്വത്തെ നാനാത്വം എന്ന് കരുതുന്നു. നാനാത്വത്തെ നാനാത്വം എന്ന് കരുതി അത് തൻ്റേതാണ് എന്ന് കരുതുന്നു. എന്നിട്ട് അതിൽ ആനന്ദിക്കുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ വ്യക്തി അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് അപരിജ്ഞാതം. പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അവർ എല്ലാറ്റിനെയും എല്ലാം എന്ന് കരുതുന്നു. സർവത്തിനെയും സർവം എന്ന് കരുതുന്നു. സർവത്തിനെയും തൻ്റേത് എന്ന് കരുതുന്നു. എന്നിട്ട് അതിൽ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ ആനന്ദിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല. അവർ നിർവ്വാണത്തെ നിർവ്വാണം എന്ന് കരുതുന്നു. നിർവ്വാണം എന്ന് പറയുന്ന സമയത്ത് സർവ്വ അഗ്നിയും സമാപ്തമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ മുക്തിയുടെ അവസ്ഥ. സാധാരണ വ്യക്തികൾ വിചാരിക്കുന്നത് ഞാൻ മുക്തി നേടി എന്നാണ്. നിർവ്വാണത്തെ നിർവ്വാണം എന്ന് അവർ വിശ്വസിക്കുന്നു. തന്നിലാണ് നിർവ്വാണം എന്നവർ കരുതുന്നു. താനാണ് നിർവ്വാണം നേടിയത് എന്ന് അവർ കരുതുന്നു. നിർവ്വാണം തൻ്റെയാണ് എന്ന് അവർ കരുതുന്നു. എന്നിട്ട് അവർ അതിൽ ആനന്ദം കൊള്ളുന്നു. എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. ഇതൊക്കെയാണ് ഒരു സാധാരണ വ്യക്തി ചെയ്യുന്നത്. അതായത് സാധാരണ വ്യക്തി ബുദ്ധൻ്റെ പാതയിൽ സഞ്ചരിക്കാത്തതുകൊണ്ട് സ്ഥൂല വസ്തുക്കളെ ആ വ്യക്തി സ്ഥൂല വസ്തുക്കളായിട്ട് നിരീക്ഷിക്കുന്നു. പക്ഷേ അതിൻ്റെ ആത്യന്തിക സത്യം ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. ഈ കാണുന്ന എല്ലാ വസ്തുക്കളും പഞ്ചഭൂതത്താൽ നിർമ്മിതമാണ്. ഈ പഞ്ചഭൂതങ്ങൾ ഓരോന്നും ഉണ്ടായിക്കൊണ്ടും ഇല്ലായിക്കൊണ്ടും ഇരിക്കുന്നു. അതായത് എല്ലാം ഒരു വൈബ്രേഷൻ സ്റ്റേറ്റിലാണ്, പ്രകമ്പനത്തിൻ്റെ രീതിയിലാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. കാരണം ആ വ്യക്തി ആ രീതിയിൽ സഞ്ചരിച്ചിട്ടില്ല, മനസ്സിനെ സൂക്ഷ്മമാക്കി നിരീക്ഷിച്ചിട്ടില്ല. അത് കാരണം അതെല്ലാം നിത്യമാണ്, തൻ്റേതാണ് എന്ന് കരുതി ആ വ്യക്തി അതിൽ ആനന്ദം കൊള്ളുന്നു. അത് കാരണം ആ വ്യക്തി ദുഃഖിതനാകുന്നു. ഇത് സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു മുക്തനായിട്ടുള്ള വ്യക്തിയുടെ കാര്യമാണ്. മുക്തൻ എന്ന് പറയുന്നത് ബുദ്ധിസത്തിൽ 4 തരത്തിൽ മുക്തിയുടെ അവസ്ഥയുണ്ട്. അതായത് ആദ്യമായിട്ട് നിർവ്വാണം കിട്ടിയ ഒരു വ്യക്തിയെ ശ്രോതാപന്നൻ എന്ന് വിളിക്കുന്നു. ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ 7 ജന്മമുണ്ട്. അടുത്ത മുക്തിയുടെ അവസ്ഥ നേടിയ ഒരു വ്യക്തിയെ സഗ്ദാഗാമി എന്ന് വിളിക്കുന്നു. ആ വ്യക്തി വീണ്ടും ഒരിക്കൽ കൂടി മനുഷ്യലോകത്തോ അല്ലെങ്കിൽ ദേവലോകത്തോ വന്ന് പിറന്ന് അവസാനം മുക്തനാകുന്നു. മൂന്നാമത്തെ അവസ്ഥയാണ് അനാഗാമി. അനാഗാമിയായിട്ടുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കാമലോകത്തിൽ വരികയില്ല, ദേവലോകത്ത് വരികയില്ല, ബ്രഹ്മലോകത്തായിരിക്കും ആ വ്യക്തി ജനിക്കുക. എന്നിട്ട് അവിടെ നിന്ന് പരിപൂർണ്ണ മുക്തനാവും. അർഹന്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ജന്മമില്ല. ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് സേഖോ എന്ന് പറയുമ്പോൾ ശ്രോതാപന്നൻ മുതൽ അനാഗാമി വരെയുള്ള വ്യക്തികളെയാണ് സേഖോ എന്ന് പറയുക. സേഖോ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ, പഠിപ്പ് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ടാണ്
സേഖോ എന്ന് പറയുന്നത്. അർഹന്തനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസേഖോ, പഠിപ്പ് പൂർത്തിയായി. ഇനി പറയാൻ പോകുന്നത് ശ്രോതാപന്നൻ മുതൽ അനാഗാമി വരെയുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ചിട്ടാണ്. ഇനി പറയാൻ പോകുന്ന ഭിക്ഷു ഒരു ഭിക്ഷുവാണ്, പൂർണ്ണമായിട്ട് മുക്തി ലഭിച്ചിട്ടില്ല, അതായത് പൂർണ്ണമായിട്ട് അർഹന്തനായിട്ടില്ല. ആ വ്യക്തിയും ഭൂമിയെ ഭൂമിയായിട്ട് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. നേരത്തെ സഞ്ജാനാദി, അതായത് അതിനെ ജസ്റ്റ് അറിയുന്നുള്ളൂ സാധാരണക്കാർ. ഇപ്പോൾ പറയുന്നത് അഭിജാനാദി, അതായത് അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഭൂമിയെ ഭൂമി എന്ന് പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ട് ഭൂമിയെ ഭൂമി എന്ന് കരുതുന്നില്ല, താൻ ഭൂമിയിലാണ് എന്ന് കരുതുന്നില്ല, ഭൂമി എന്നിലാണ് എന്ന് കരുതുന്നില്ല, ഭൂമി തൻ്റേതാണ് എന്ന് കരുതുന്നില്ല. ആ ഭൂമിയിൽ ആ വ്യക്തി ആനന്ദം കൊള്ളുന്നില്ല. എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർക്ക് അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇവിടെ പരിജ്ഞേയം എന്ന് പറയുന്നത്. പരിപൂർണമായിട്ടും മനസ്സിലാക്കി. പരിപൂർണമായിട്ടും ഭൂമിയെ ഭൂമി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർക്ക് അതിനെ തൻ്റേത് എന്ന് കരുതാൻ പറ്റില്ല. അതുകൂടാതെ അതിൽ ആസ്വദിക്കാൻ അവർ കഴിയില്ല. ഇവിടെ പരിജ്ഞേയം എന്ന വാക്കിൻ്റെ അർത്ഥം പരിപൂർണമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മുടെ മനുഷ്യ ശരീരം പഞ്ചഭൂതത്താൽ നിർമ്മിതമാണ്, അതിൽ ഭൂമിയുണ്ട്. പക്ഷേ സാധാരണ ഒരു വ്യക്തിക്ക് അതിൻ്റെ സൂക്ഷ്മസ്ഥിതികളെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ രീതിയിൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയെ ഭൂമിയായിട്ട് കാണുന്നു. അതായത് പഞ്ചഭൂതങ്ങളെയും വെവ്വേറെ കാണാനുള്ള ഒരു ശേഷി നമ്മൾ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകും. ആ വ്യക്തിക്ക് പൃഥ്വി, ജലം, അഗ്നി, വായു ഇതിനെ വെവ്വേറെ കാണാനും അതിൻ്റെ സത്യസ്ഥിതിയെ മനസ്സിലാക്കാനും സാധിക്കും. അതായത് ഒന്നും പെർമനൻ്റ് അല്ല, അത് വൈബ്രേഷൻ സ്റ്റേറ്റിലാണ്, അതായത് പ്രകമ്പനത്തിൻ്റെ രീതിയിലാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം പ്രകമ്പനത്തിൻ്റേതാണ്, അതായത് തരംഗരൂപത്തിലാണ് എങ്കിൽ അത് തൻ്റേത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നിത്യമായിട്ടുള്ളൊരു സാധനത്തിനല്ലേ തൻ്റേത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇത് പ്രകമ്പനത്തിൻ്റെ രീതിയിലാണ്. അതുകൊണ്ട് ഇതിന് തൻ്റേത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് ഒരു സാധാരണ വ്യക്തിയും അതേപോലെ തന്നെ മുക്തി നേടിയ ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മഗ്രാഹിയായിട്ടുള്ള കാര്യങ്ങളാണ്. സാധന ചെയ്യാത്തൊരു വ്യക്തിക്ക് ഇതിനെപ്പറ്റി വലിയ ഒരു അറിവ് കിട്ടില്ല. അതേപോലെ തന്നെ അവർ വെള്ളത്തെ, അതേപോലെ തന്നെ അഗ്നിയെ, വായുവിനെ, ഭൂതങ്ങളെ, ദേവതകളെ, പ്രജാപതികളെ, ബ്രഹ്മന്മാരെ, അഭാസർ ബ്രഹ്മന്മാരെ, ശുഭഖിന്ന, ബേഹഫല, അഭിഭും, ആകാശഞ്ചായതനം, വിജ്ഞാനഞ്ചായതനം, അകിഞ്ചാനായതനം, നേവസന്യാനാസന്യായതനം, ദിഠം അതായത് കണ്ടത്, സുതം കേട്ടത്, മുതം ചിന്തിച്ചത്, വിജ്ഞാതം അറിഞ്ഞത്, ഏകത്വം ഒന്ന്, ജ്ഞാനത്വം എല്ലാം, സബ്ബം എല്ലാം. അതുകൂടാതെ നിബ്ബാണം നിബ്ബാണതോ അഭിജാനാതി, നിർവാണത്തെ നിർവാണമാണ് എന്നവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. നിർവാണത്തെ നിർവാണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിർവാണം തന്നിലാണ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല, നിർവാണം തൻ്റെയാണ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതിൽ ആ നിർവാണത്തിൽ അവർ ആഹ്ലാദവും കൊള്ളുന്നില്ല. സാധാരണ വ്യക്തി നിർവാണം വേണം എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും അത് കിട്ടില്ല. കാരണം എന്താണ്? അവിടെ രാഗമുണ്ട്. നിർവാണം എന്ന് പറയുന്നത് രാഗമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നിർവാണം കിട്ടിയ ഒരു വ്യക്തി എനിക്ക് നിർവാണം കിട്ടി എന്നൊരിക്കലും പറയില്ല. അതിൽ സന്തോഷിക്കാനും സാധിക്കില്ല. കാരണം ഞാൻ എന്നൊരു വ്യക്തി തന്നെ അവിടെ ഇല്ലാതാകുകയാണ്. പിന്നെ എങ്ങനെയാണ് എനിക്ക് നിർവാണം കിട്ടി എന്ന് പറയുന്നത്? അതാണ് ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം. അതെന്തുകൊണ്ടാണ്? അതെന്തെന്നാൽ അവർ അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. ഞാനിത് വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. കാരണം ഇത് ഓരോന്നിലും നമ്മളിങ്ങനെ വിവരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് ഇതാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് നമ്മൾ കണക്കൂട്ടണം. ഇനി വരുന്ന സൂത്രങ്ങളിലും അതേപോലെ തന്നെ വളരെ സംക്ഷിപ്തമായിട്ടായിരിക്കും പറയുക. പരിപൂർണമായിട്ടും നമ്മൾ പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ്. ഇനി പറയാൻ പോകുന്നത് ഒരു അർഹന്തൻ്റെ കാര്യമാണ്. ഒരു ഭിക്ഷു പരിപൂർണമായിട്ടും അർഹന്തനായി എല്ലാ ആശ്രവങ്ങളും നിന്നു, എന്തൊന്ന് ചെയ്യണമോ ചെയ്തു, സ്വന്തം ഭാരം ഇറക്കി വെച്ചു, ആധ്യാത്മജീവിതം കംപ്ലീറ്റ് ചെയ്തു, സ്വന്തം ലക്ഷ്യം നേടി, എല്ലാ ബന്ധനങ്ങളെയും വലിച്ചെറിഞ്ഞു, ഭവ സംസ്കാരം പരിപൂർണമായിട്ടും ഇല്ലാതാക്കി, അവർ ശരിയായിട്ടുള്ള രീതിയിൽ മുക്തനായി.
അവരും ഭൂമിയെ ഭൂമി എന്ന രീതിയിൽ തന്നെ പരിപൂർണമായിട്ടും അറിയുന്നു. അഭിജാനാതി, ഭൂമിയെ ഭൂമി എന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് അവർ ഭൂമിയെ ഭൂമി എന്ന് കരുതുന്നില്ല, അവർ ഭൂമിയിൽ ആണ് എന്ന് കരുതുന്നില്ല, ഭൂമിയിൽ നിന്നാണ് എന്ന് കരുതുന്നില്ല, ഭൂമി തൻ്റെയാണ് എന്ന് കരുതുന്നില്ല. എന്നിട്ട് അതിൽ അവർ ആനന്ദം കൊള്ളുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അതിനെ അവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. പരിജ്ഞാതം, അതായത് ആ ഭൂമിയുടെ സ്വഭാവത്തെ അവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. ഇവിടെയെല്ലാം വളരെ ധ്യാനത്തിൻ്റെ സൂക്ഷ്മസ്ഥിതികളെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു വ്യക്തികൾക്ക് ഈ പഞ്ചഭൂതങ്ങളുടെ കാര്യത്തെപ്പറ്റി അറിയില്ല. പക്ഷേ നമ്മൾ ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സൂത്തം നമ്മൾ പഠിക്കുകയാണെങ്കിൽ മിനിമം 4th ധ്യാന കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അവർ വെള്ളത്തെ, അഗ്നിയെ, വായുവിനെ, ഭൂതങ്ങളെ, ദേവതകളെ, പ്രജാപതികളെ, ബ്രഹ്മന്മാരെ, അഭാസര, ശുഭക്കിന്ന, വേഹഫല, അഭിപും, ആകാശഞ്ചായതനം, വിജ്ഞാനഞ്ചായതനം, അകിഞ്ചാനായതനം, നേവസന്യാനാസന്യായതനം, ദിട്ടം, അതായത് കണ്ടത്, സുതം കേട്ടത്, മുതം ചിന്തിച്ചത്, വിജ്ഞാതം അറിഞ്ഞത്, ഏകത്വം ഒന്ന്, ജ്ഞാനത്വം പലത്, സബ്ബം എല്ലാം, നിബ്ബാണം നിർവാണം എന്ന് അവർ അറിയുന്നു. നിർവ്വാണം എന്ന് പറയുന്ന സമയത്ത് രാഗദ്വേഷം എല്ലാം മാറിയതിന് ശേഷം കിട്ടുന്ന അവസ്ഥ, അതിനെയാണ് നിർവ്വാണം, മുക്തി, മോക്ഷം എന്നെല്ലാം പറയുന്നത്. അവർ നിർവ്വാണത്തെ അറിഞ്ഞു. നിർവ്വാണത്തെ അറിഞ്ഞുകൊണ്ട് ആ നിർവ്വാണം തൻ്റേതാണ് എന്നവർ കരുതുന്നില്ല, നിർവ്വാണം തന്നിലാണ് എന്ന് അവർ കരുതുന്നില്ല, ആ നിർവ്വാണത്തിൽ അവർ ആനന്ദം കൊള്ളുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ പരിപൂർണമായിട്ടും അതിനെ മനസ്സിലാക്കി. ഇവിടെ ഞാൻ എന്ന് പറയുന്ന വസ്തുവിനെ പരിപൂർണമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് ബാഹ്യവസ്തു തൻ്റേതാവുന്നത്? അതാണ് ഇവിടുത്തെ മനസ്സിലാക്കേണ്ട അർത്ഥം. ഇനി കുറച്ചുകൂടി വിസ്താരമായിട്ട് പറയുകയാണ്. നേരത്തെ അർഹന്തൻ അവർ തന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അർഹന്തൻ എന്തുകൊണ്ടാണ് അതിൽ വിശ്വസിക്കാത്തത്? രാഗദ്വേഷ മോഹങ്ങൾ ഇല്ലാതായതുകൊണ്ടാണ് അവർ അതിൽ വിശ്വസിക്കാത്തത്. ഇതിൽ ഓരോ ക്ലേശത്തെയും, അതായത് രാഗം, ദ്വേഷം, മോഹം, ഇതൊന്നിനെയും വെവ്വേറെ പറയാൻ പോവുകയാണ്. ഇനി വീണ്ടും അതേപോലെ തന്നെ ഒരു അർഹന്തൻ സ്വന്തം ജീവിതഭാരം ഇറക്കി വെച്ചു, അറിയേണ്ടതറിഞ്ഞു, മുക്തനായി. ആ വ്യക്തിയും ആകാശം എന്ന് അറിയുന്നു. അതിനെ പരിപൂർണമായിട്ട് അറിഞ്ഞിട്ട് ആ ആകാശം തൻ്റേതല്ല എന്ന് കരുതുന്നു. ആ ആകാശത്തിൽ ആ വ്യക്തി ആനന്ദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവരുടെ മനസ്സിൽ നിന്ന് രാഗം പരിപൂർണമായിട്ടും പോയി. വീതരാഗത്ത് അവരുടെ രാഗം പരിപൂർണമായിട്ടും പോയി. അതുകൊണ്ട് ആ ഭൂമിയെ തൻ്റേത് എന്ന് അവർ കരുതുന്നില്ല. അതേപോലെ തന്നെ ജലത്തെ, അഗ്നിയെ, വായുവിനെ, ഭൂതങ്ങളെ, ദേവതകളെ, പ്രജാപതികളെ, ബ്രഹ്മന്മാരെ, അഭാസര ലോകങ്ങൾ, സുബഖിന്ന, വേഹഫല, അഭിപും, ആകാശഞ്ചായതനം, വിജ്ഞാനഞ്ചായതനം, അകിഞ്ചന്യായതനം, നേവസന്യാനാസന്യായതനം, ദിട്ടം, അതായത് കണ്ടത്, സുതം കേട്ടത്, മുതം ചിന്തിച്ചത്, വിജ്ഞതം അറിഞ്ഞത്, വണ്ണസ് ഏകത്വം, ജ്ഞാനത്വം പലത്, സബ്ബം എല്ലാം, നിബ്ബാണതോ അഭിജാനാതി, നിർവ്വാണം എന്ന രീതിയിൽ അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത് അതിന് ശേഷം ആ നിർവ്വാണം തന്നിലാണ് എന്നവർ വിശ്വസിക്കുന്നില്ല, തൻ്റെയാണ് എന്നവർ വിശ്വസിക്കുന്നില്ല. ആ നിർവ്വാണത്തിൽ അവർ ആനന്ദം കൊള്ളുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവരുടെ രാഗം പരിപൂർണമായിട്ടും നഷ്ടപ്പെട്ടു. ഇവിടെ രാഗം എന്ന് പറയുന്നത് ആസക്തി, അതിനോടുള്ള ഇഷ്ടം, അതാണ് ഇവിടെ പറയുന്നത്. ഇനി വീണ്ടും ഒരു അർഹന്തൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ആ വ്യക്തിയുടെ ആശ്രവങ്ങളെല്ലാം ക്ഷീണിതമായി, ആ വ്യക്തി പരിപൂർണമായിട്ടും മുക്തി നേടി, ഭാരമെല്ലാം ഇറക്കി വെച്ചു, ഭവസംസ്കാരമെല്ലാം മാറി. ആ വ്യക്തിയും ഭൂമി എന്ന് അറിയുന്നു. അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ആ ഭൂമി തൻ്റേതാണ് എന്ന് കരുതുന്നില്ല, അത് എൻ്റെയാണ് എന്ന് കരുതുന്നില്ല, അതിൽ ആനന്ദം കൊള്ളുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ വ്യക്തി അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. ഇനി വീണ്ടും അർഹന്തനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു അർഹന്തൻ മുഴുവൻ ആശ്രമങ്ങളും മാറി, പരിപൂർണമായിട്ടും മുക്തനായി, എല്ലാ ബന്ധനങ്ങളും അഴിച്ചുമാറ്റി. അവരും ഭൂമി എന്ന് കരുതുന്നു. ഭൂമിയെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് ഭൂമി എന്ന് കരുതുന്നു. ആ ഭൂമി തന്നിലാണ് എന്ന് അവർ കരുതുന്നില്ല, ആ ഭൂമി തൻ്റേതാണ് എന്ന് അവർ കരുതുന്നില്ല,
അതിൽ അവർ ആനന്ദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവരുടെ ദ്വേഷം പരിപൂർണമായിട്ടും പോയി. വീതദോസത്ത. നേരത്തെ രാഗം പോയതിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോൾ ദ്വേഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ദ്വേഷം പോയി. അതേപോലെ തന്നെ അവർ ജലത്തെ ജലമെന്ന് കരുതുന്നു, അഗ്നിയെ, വായുവിനെ, ഭൂതങ്ങളെ, ദേവന്മാരെ, പ്രജാപതികളെ, ബ്രഹ്മന്മാരെ, അഭാസര, സുബഖിന്ന, ദേഹഫല, അഭിപും, ആകാശഞ്ചായതനം, വിജ്ഞാനഞ്ചായതനം, അകിഞ്ചാനായതനം, നേവസന്യാനാസന്യായതനം, ദിട്ടം കണ്ടത്, സുതം കേട്ടത്, മുതം ചിന്തിച്ചത്, വിജ്ഞാതം അറിഞ്ഞത്, ഏകത്വം ഒന്ന്, നാനത്വം പലത്, സബ്ബത്തം എല്ലാം, നിബ്ബാണം നിബ്ബാണതോ അഭിജാനാതി. നിർവ്വാണത്തെ നിർവ്വാണം എന്ന് അവർ അറിയുന്നു, പരിപൂർണമായിട്ടും അറിയുന്നു. നിർവ്വാണത്തെ നിർവ്വാണം എന്ന് അറിഞ്ഞുകൊണ്ട് ആ നിർവ്വാണം തൻ്റേതാണ് എന്ന് കരുതുന്നില്ല, തന്നിലാണ് എന്ന് കരുതുന്നില്ല. ആ നിർവ്വാണത്തിൽ അവർ ആനന്ദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതെന്തെന്നാൽ അവരുടെ ദോഷം പരിപൂർണമായിട്ടും മാറി. ഇനി വീണ്ടും അർഹന്തനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അർഹന്തൻ സ്വന്തം ഭാരമെല്ലാം ഇറക്കി വെച്ചു, എല്ലാം അറിഞ്ഞു, സർവജ്ഞനായി. ആ അർഹന്തനും പൃഥ്വിയെ, ഭൂമി എന്ന് അറിയുന്നു, അതിനെ പരിപൂർണമായിട്ടും അറിയുന്നു. അറിഞ്ഞതിന് ശേഷം ആ പൃഥ്വി എൻ്റേതാണ് എന്ന് കരുതുന്നില്ല, അതിൽ ആഹ്ലാദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ വീതമോഹത്ത്, ആ വ്യക്തിയുടെ മോഹം പരിപൂർണമായിട്ടും ഇല്ലാതായി. അതേപോലെ തന്നെ അവർ വീണ്ടും വെള്ളത്തെ, അഗ്നിയെ, വായുവിനെ, ഭൂതങ്ങളെ, ദേവന്മാരെ, പ്രജാപതിമാരെ, ബ്രഹ്മന്മാരെ, അഭാസര, സുബഖിന്ന, വേഹഫല, അഭിപും, ആകാശഞ്ചായതനം, വിജ്ഞാനഞ്ചായതനം, അകിഞ്ചന്യായതനം, നേവസന്യാനാസന്യായതനം, ദിട്ടം കണ്ടത്, സുതം കേട്ടത്, മുതം ചിന്തിച്ചത്, വിജ്ഞാതം അറിഞ്ഞത്, ഏകത്വം ഒന്ന്, ജ്ഞാനത്വം പലത്, സബ്ബം എല്ലാം, നിബ്ബാണം നിബ്ബാണതോ അഭിജാനാത്. നിർവ്വാണത്തിൽ നിർവ്വാണം എന്ന രീതിയിൽ അറിയുന്നു. എന്നിട്ട് ആ നിർവ്വാണം തൻ്റേതാണ് എന്നവർ കരുതുന്നില്ല. ആ നിർവ്വാണത്തിൽ അവർ ആനന്ദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ വീതമോഹത്ത്, അവരുടെ മോഹം പരിപൂർണമായിട്ടും മാറി. ഇനി തഥാഗതനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തഥാഗതനും ഇതേപോലെ തന്നെയാണ്. അവർ ഭൂമിയെ എന്ന രീതിയിൽ പരിപൂർണമായിട്ടും മനസ്സിലാക്കുന്നു. എന്നതിന് ശേഷം ആ ഭൂമി തൻ്റേതാണ് എന്ന് കരുതുന്നില്ല, ആ ഭൂമി തന്നിലാണ് എന്ന് കരുതുന്നില്ല. ആ ഭൂമിയിൽ ആ തഥാഗതൻ ആനന്ദം കൊള്ളുന്നില്ല. അത് എന്തുകൊണ്ടാണ്? പരിജ്ഞാതന്തം തഥാഗതസ്സ, അതായത് അതിനെ പരിപൂർണമായിട്ടും തഥാഗതൻ മനസ്സിലാക്കി. അതേപോലെ തന്നെയാണ് ഈ പഞ്ചഭൂതങ്ങൾ, അതേപോലെ തന്നെ ദേവന്മാർ, പിന്നെ ബ്രഹ്മന്മാർ. അതിനെ പരിപൂർണമായിട്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ കണ്ടത്, കേട്ടത്, ഏകത്വം, ജ്ഞാനത്വം അതിലൊന്നും. അതേപോലെ തന്നെ നിബ്ബാണവും ഒരു തഥാഗതൻ തൻ്റേത് എന്ന് കരുതുന്നില്ല, അതിൽ ആനന്ദിക്കുന്നില്ല. എന്താണ് കാരണം? എന്തെന്നാൽ അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് ഒരു സമ്മാസമ്പുദ്ധനും അതേപോലെ തന്നെ ഭൂമിയെ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. അതുകൂടാതെ അത് തൻ്റേത് എന്ന് കരുതുന്നില്ല, അത് തന്നിലാണ് എന്ന് കരുതുന്നില്ല, അതിൽ ആനന്ദിക്കുന്നില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചഭൂതങ്ങളെയും ദേവന്മാരെയും ബ്രഹ്മന്മാരെയും ബാക്കിയുള്ള ജീവികളെയും തൻ്റേത് എന്ന് കരുതുന്നില്ല. അതെന്തെന്നാൽ പരിപൂർണമായിട്ട് മനസ്സിലാക്കി. ഈവൻ നിർവ്വാണത്തെ പോലും ഒരു അർഹന്തനായിട്ടുള്ള വ്യക്തി തന്നിൽ എന്ന് കരുതുന്നില്ല, തൻ്റേത് എന്ന് കരുതുന്നില്ല. അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങളെയും ഉള്ളിലും വെളിയിലുള്ള ഒരു വസ്തുവിനെയും തൻ്റേത് എന്ന് കരുതുന്നില്ല, തന്നെ തൻ്റേത് എന്ന് കരുതുന്നില്ല. കാരണം ഞാൻ എന്നൊരു വ്യക്തിയെ നമ്മൾ വീണ്ടും അറിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു ഉള്ളിയെ തൊലി പൊളിക്കുന്നത് പോലെ ഒന്നിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും ഒന്നും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. അവസാനം നമ്മൾ അൾട്ടിമേറ്റായിട്ട് എല്ലാം നിരോധമാകുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുന്നു. അപ്പോൾ ഒന്നും ഞാനല്ല, എൻ്റെയല്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഒന്നും നമ്മളുടേതല്ല എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ മൂലം എന്ന് പറയുന്നത് രാഗദ്വേഷ മോഹങ്ങളാണ്. സാധാരണ ഒരു വ്യക്തിക്ക് എല്ലാം തൻ്റേതാണ് എന്ന് തോന്നാനുള്ള കാരണം ഈ 3 മൂലങ്ങളാണ്: രാഗദ്വേഷ മോഹം. പക്ഷേ മുക്തനായിട്ടുള്ളൊരു വ്യക്തിക്ക് രാഗദ്വേഷ മോഹങ്ങൾ ഇല്ലാത്തതിനാൽ ഒന്നും തൻ്റെയാണ്, താൻ അതിലാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാ മൂലങ്ങളും നഷ്ടമായി, റൂട്ടും നഷ്ടമായി. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. എന്നാൽ ഇത് കേട്ട ഭിക്ഷുക്കൾ ബുദ്ധൻ പറഞ്ഞ ആ വാക്കുകളിൽ ആനന്ദിച്ചില്ല. ഇക്കാര്യം
പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ സൂത്രങ്ങളിലും ബുദ്ധൻ പറഞ്ഞതിന് ശേഷം ഭിക്ഷുക്കൾ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സൂത്രത്തിൽ ഭിക്ഷുക്കൾ അതിനെ അഭിനന്ദിച്ചില്ല. ഇതേപോലുള്ള കൂടുതൽ സൂത്രങ്ങൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഇനി നമ്മൾക്ക് പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തിലെയും മനുഷ്യലോകത്തിലെയും ദേവലോകത്തിലെയും രൂപ ബ്രഹ്മലോകത്തിലെയും അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.